2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാം ലോക്സഭാ സീറ്റിനായി ശക്തമായ ആവശ്യമാണ് ലീഗ് യുഡിഎഫിൽ ഉന്നയിച്ചത്. ഇത്തവണ വളരെ കാര്യമായി തന്നെയാണ് മൂന്നാം സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത്. പതിവ് പോലെ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. മൂന്നാം സീറ്റ് വേണമെന്ന വികാരം മുസ്ലിം ലീഗ് അണികൾക്കിടയിൽ ശക്തമായിരുന്നു. ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, ലീഗിന്റെ പിന്തുണ കൊണ്ടാണ് മലബാറിലെ സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ലീഗ് പ്രാദേശിക നേതാക്കൾ പങ്കുവച്ചിരുന്ന വികാരം. എന്നാൽ അധിക സീറ്റ് നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ലീഗ് നേതാക്കളെ അറിയിക്കുകയും ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കോൺഗ്രസ് അറിയിച്ചു. സിറ്റിംഗ് എംപിമാരെ മാറ്റുന്നതിലെ പരിമിതിയാണ് ഒരു കാരണമായി കോൺഗ്രസ് പറഞ്ഞത്. ലീഗിന് അധിക സീറ്റ് അനുവദിച്ചാൽ CPM-ഉം BJP-യും നടത്തിയേക്കാവുന്ന എതിർ പ്രചാരണങ്ങളെ മുൻകൂട്ടി കാണേണ്ടതുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. എന്നാൽ ലീഗിന്റെ ആവശ്യം പരിഗണിച്ച് ഇനി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാമെന്ന ധാരണയിലേക്ക് UDF എത്തിയിരുന്നു. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് സ്വന്തമാക്കാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ലീഗ് ഇപ്പോൾ. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് ചർച്ചകൾ സജീവമാകുന്നുണ്ട്. ജൂലൈയിൽ ഒഴിവ് വരുന്ന സീറ്റിലേക്ക് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു എന്നിവർ അടക്കമുള്ളവരുടെ പേരുകളാണ് സജീവ പരിഗണനയിൽ ഉള്ളത്. ജൂലൈയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകുമെന്നും ഇതിനുശേഷമുള്ള ഒഴിവ് കോൺഗ്രസ് എടുക്കുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുൻപ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ ലീഗുമായി ധാരണയായതുമാണ്. UDF-ന് ഭരണം ലഭിക്കുകയാണെങ്കിൽ ലീഗിന് 2 രാജ്യസഭാ സീറ്റ് ഉറപ്പാക്കുമെന്നും ധാരണയായിരുന്നു. ET മുഹമ്മദ് ബഷീറും അബ്ദുൾ സമദ് സമദാനിയും വിജയം രുചിച്ച മലപ്പുറം, പൊന്നാനി സീറ്റുകൾക്ക് പുറമെ ഒരു സീറ്റ് കൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണമെന്നായിരുന്നു ലീഗിന്റെ ആവശ്യം. എന്നാൽ ഇതിനോട് അനുഭാവപൂർണമായ നിലപാടല്ല സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തുടക്കം മുതലേ സ്വീകരിച്ചത്. കോൺഗ്രസിന്റെ ഈ മനോഭാവമാണ് ലീഗിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. ഇതോടെ മൂന്നാം സീറ്റ് എന്ന ആവശ്യം ലീഗ് കടുപ്പിക്കുകയായിരുന്നു. ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ടെങ്കിലും നൽകാൻ നിർവാഹമില്ല എന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. എന്നാൽ ലോക്സഭയിൽ മൂന്നാം സീറ്റ് നൽകാത്തതിനാൽ ഇതിൽ വിട്ടുവീഴ്ച ഇല്ലെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. ജൂലൈയിലാണ് സംസ്ഥാനത്തെ 3 സീറ്റ് ഒഴിയുന്നത്. എളമരം കരീം, ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരുടെ അംഗത്വ കാലാവധിയാണ് അവസാനിക്കുന്നത്. ഇതിൽ UDF-ന് സാധ്യതയുള്ള ഏക സീറ്റ് വേണമെന്നാണ് ആവശ്യം. ലീഗ് മൂന്നാമതായി ഒരു ലോക്സഭാ സീറ്റിനുള്ള അവകാശവാദം ഉപേക്ഷിച്ചതിന് കാരണം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന ധാരണയിലാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യം നേരത്തെ സമ്മതിച്ചതുമാണ്. 71 വയസ്സുകാരനായ PMA സലാമിനെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരിഗണിച്ചിരുന്നെങ്കിലും സീറ്റ് നൽകാനായില്ല. സമസ്തയുമായുള്ള ഭിന്നത പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സലാമിനെ മാറ്റുന്നതിനും പരിഗണനയിലുണ്ട്. ഭാരവാഹിയെ മാറ്റേണ്ട കാര്യം തീരുമാനിക്കേണ്ടത് ലീഗാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയെങ്കിലും സലാമിനെ മാറ്റില്ലെന്ന നിലപാട് പ്രഖ്യാപിച്ചതുമില്ല. സലാമിനെ ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് ഉയർത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട്. എന്നാൽ ലീഗിന് നിലവിൽ രാജ്യസഭയിൽ ഒരംഗമുണ്ട്, PV അബ്ദുൾ വഹാബ്. അതേസമയം കോൺഗ്രസിന് ഒരേ ഒരാളേ ഉള്ളൂ, JB മേത്തർ. അതിനാൽ ലീഗിന് രണ്ടാമതായി ഒരു സീറ്റ് കൊടുക്കുന്നതിൽ നേതൃത്വ നിരയിൽ വിയോജിപ്പുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ഇതിനെതിരെ എതിർപ്പുണ്ട്. രാജ്യസഭാ സീറ്റ് VD സതീശൻ മുസ്ലിം ലീഗിന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം നൽകിയ കാര്യം അറിയില്ലെന്നാണ് പ്രമുഖ നേതാക്കളുടെ നിലപാട്. ഒരു ഭാഗത്ത് UDF കൺവീനറായ MM ഹസന് സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല KPCCയുടെ മുൻ പ്രസിഡന്റായുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം രാജ്യസഭയിലേക്ക് നോട്ടമിട്ടിട്ടുള്ള നേതാക്കൾ വേറെയുമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകിയില്ല എന്ന വികാരം യൂത്ത് ലീഗിൽ നിന്ന് ഉയർന്നിരുന്നു. ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബുവിനെയോ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെയോ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും നിലവിലെ സ്ഥാനാർത്ഥികൾ തന്നെ തുടരട്ടെ എന്നായിരുന്നു പാർട്ടിയുടെ തീരുമാനം. ഈ സാഹചര്യത്തിലാണ് രാജ്യസഭാ സീറ്റിലേക്ക് ഫൈസൽ ബാബുവിനെ പരിഗണിക്കുന്നത്. അതേസമയം ജൂൺ ആദ്യം തിരഞ്ഞെടുപ്പ് ഫലം വരും. അതിനുശേഷം രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച അന്തിമ ധാരണയിൽ എത്തിയാൽ മതിയെന്ന ചർച്ചകളും സജീവമാകുന്നുണ്ട്. കേന്ദ്രത്തിൽ ഇത്തവണ ഭരണമാറ്റം ഉണ്ടാകുകയോ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുകയോ ചെയ്താൽ സഖ്യകക്ഷി എന്ന നിലയിൽ ഭരണ പ്രാതിനിധ്യം ലഭിക്കാനുള്ള സാധ്യതയും മുസ്ലിം ലീഗിനുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ലീഗിനെ അധികം പിണക്കാതെയുള്ള ഫോർമുല എന്ന നിലയിലാണ് രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്.
ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് തന്നെയാണ്. സീറ്റിൽ ആരാണെന്നുള്ളത് സമയമാകുമ്പോൾ തങ്ങൾ പറയുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സമയമാകുമ്പോൾ പാർട്ടി ആലോചിച്ച് പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ആയില്ല. അല്ല അല്ല ഇപ്പോൾ ആ വിഷയം ആലോചിച്ചിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ ലീഗനാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് തീരുമാനമായ കാര്യമാണല്ലോ. ആരാണെന്നുള്ളത് സമയമാകുമ്പോൾ തങ്ങൾ പറയും.